എന്തുകൊണ്ടാ കിട്ടാത്തേ? എനിക്കറിയില്ല. ഞാൻ എന്നെ തല്ലിനല്ലേ കേസ് കൊടുത്തേ, ഉപദ്രവിച്ചേ. അണിയാണ് എനിക്ക് പാടൊക്കെ കാണിച്ചു തന്നെ. എനിക്കറിയില്ല ഇതിന്റെ ബോഡിയിൽ പാടുണ്ടെന്ന്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയാൽ ബോഡി ഫുള്ളവൻ പാടാക്കിയേക്കും. അവൻ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല വസി. എന്തോ അവൻ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു. എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തിയിട്ട് പറഞ്ഞു. ഒരിക്കലും അച്ഛൻ കള്ളസത്യം ഇടാറില്ല എന്റെ അച്ഛനെ വെച്ച്. എന്നെ എന്താ എന്തോ ഞാനിപ്പോ ഇരുന്ന് ആലോചിക്കുക. ഓക്കെ നീ പക്ഷെ നിന്റെ ലൈഫ് പോകും. നീ അവനെ കെട്ടുവാണ് നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകും. എനിക്ക് ഇതിനടുത്ത് അത്രേ പറയാം. അത് ഓക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറ. എനിക്ക് അവിടെ അത്ര ദേഷ്യമുണ്ട്. കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ച്. അവൻ ഒരിക്കലും ഒരാളുടെ മേത്ത് കൈവയ്ക്കാൻ ധൈര്യം ഇല്ല. അതിനവൻ പൊങ്ങത്തില്ല എന്ന് എനിക്കറിയാം. ഒരു പെണ്ണിനെ അവൻ നന്നായിട്ട് തല്ലും. അങ്ങനത്തെ മരുന്നാണ് അവൻ. ഒരു പെണ്ണ് നിന്നെ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടീ നീ പ്രഗ്നന്റ് ആണ് ഓക്കെ. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ആ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. ഒന്നുമല്ല. പിന്നെ എനിക്ക് തരാനുള്ള പൈസ നിന്നോട് ചോദിക്കുന്നത്. എന്റെ മറ്റേ പച്ചക്കറിയുടെ സാധനങ്ങൾ വാങ്ങിച്ച നീയൊക്കെ കഴിച്ചതിന്റെ ഞാൻ ചോദിച്ചത്. അതിന്റെ പൈസ കാട്ട്. എന്റെ മറ്റേ പച്ചക്കറിയുടെ സാധനങ്ങൾ വാങ്ങിച്ച നീയൊക്കെ കഴിച്ചതിന്റെ ഞാൻ ചോദിച്ചത്. അതിന്റെ പൈസ കാട്ട്. ഗെയിം കളിച്ചാണ് പൈസ ഉണ്ടാക്കി. ഇതാണ് കുഴപ്പം. പക്ഷെ കുറച്ച് ബുദ്ധിയൊക്കെ വേണം. അപ്പൊ നമ്മുടെ ഫസിമോൾ അങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഫസിമോൾക്ക് എല്ലാവിധ കൺഗ്രാറ്റുലേഷനും പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫസിമോളുടെ ഈ പ്രഗ്നന്റ് ആണെന്ന് ഫസ്മിന തന്നെയാട്ടാ പറഞ്ഞ, അല്ലാണ്ട് ഞാനായിട്ട് എവിടെയും പറഞ്ഞൊന്നല്ല. പിന്നെ ഫസ്മിനയുടെ ഓഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഓഡിയോ പോയിട്ട് ലീക്കാക്കി എടുത്തുകൊണ്ട് വന്നതൊന്നല്ല. അവരുടെ ഓഡിയോ, അതായത് ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. അസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരിയായിട്ട് ഈ നമ്മുടെ ഈ ഫസിയുടെ ഇപ്പോഴത്തെ നിലവിനകത്തുള്ള ബോയ് ഫ്രണ്ട് എന്തോ വിഷയമുണ്ട്. അതായത് ഈ ബോയ് ഫ്രണ്ട് ഈ പുള്ളിക്കാരിനെ മുറിനകത്തിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമൊക്കെയാണ് ഈ പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് വന്നിട്ട് പറയുന്നത്. ഇപ്പൊ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താറില്ല. പക്ഷെ ഈ പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് വന്ന് പറയുന്നതാണ്. ഇതിന് ഓപ്പൺ ആയിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഇവിടെ ഫസി ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സംഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. അപ്പൊ എന്തായാലും അതിനിട്ട് ന്യായീകരിക്കണതാണ്. അതായത് ബോയ് ഫ്രണ്ട് അങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അതിനിട്ട് ന്യായീകരിക്കണ എന്തും പറഞ്ഞിട്ടാ. അതായത് മറ്റേ പ്രഗ്നന്റ് ആണ്, ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേസ് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് ന്യായീകരിക്കണാണ്. ഈ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് ഉണ്ടായി അതിന്റെ അടിയിൽ. അതായത് ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചു, അപ്പൊ അതിനകത്ത് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? പിന്നെ അതേപോലെ ഈ ഓരോ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അതിൻ്റെയും ഒരു ഓഡിയോ കേട്ടല്ലോ. അതായത് അത് ബെറ്റിംഗ് ആപ്പുകൾ കാശ് കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് ഈ അതൊക്കെ നമ്മളെ കാണിക്കുന്നത്. പക്ഷെ അവിടെ കാണിക്കണത് വേറൊരു ഇതും കാണിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോടികൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ബാക്ക് സൈഡിനകത്ത് നോക്കുമ്പോഴത്തേക്കും കാശ് കൊടുക്കുന്ന പറഞ്ഞിട്ടിരുന്ന് ഒരുമാതിരി ഇരക്കണ പോലത്തെ ഒരു ഓഡിയോ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരെ ഒന്നും ഒരിക്കലും 100% നമ്പരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇവരൊക്കെ നമ്മളെ കാണിക്കണതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് നമ്മളെയൊക്കെ വിറ്റിട്ടാണ് ഇവർ ജീവിക്കുന്നത്. നമ്മളെ ഈ ഒരു ഇപ്പൊ ഈ സാധനം എന്തുന്നാ നമ്മളെ ഈ ഒരു ആഡ് കാണിച്ചിട്ടും അതേപോലെ
അതേപോലെ തന്നെ ഈ പ്രൊമോഷനും അതൊക്കെ ചെയ്തിട്ട് ഈ ആൾക്കാരുടെ പൈസ കളഞ്ഞിട്ട് പറ്റിച്ച് ജീവിക്കുക എന്നൊക്കെ പറയൂലേ, അതാണ് ഇവിടെ നടന്നിട്ടിരിക്കുന്നത്. എന്നിട്ട് അത് കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുണ്ട്. പിന്നെ ഈ തൊപ്പിയുടെ കേസിനകത്തൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതിനെ പറ്റിയിട്ട്. അതായത് വെറുതെ ഫെയിം കണ്ടിട്ട് ഈ തൊപ്പിയുടെ കൂടി ലാസ്റ്റ് ഫെയിം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തൊപ്പിനെ ഇതായി. പിന്നെ അത് പിന്നെ ഇവർ ബ്രേക്കപ്പ് ആയ റീസൺ എന്താണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന, നമ്മളെ കാണിച്ചത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഗണിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നേ എനിക്കിതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ വീഡിയോയുടെ കമൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ